ഹലോ മക്കളെ, വെൽക്കം ടു റേസ് സൈക്കിൾ. എല്ലാവർക്കും റേസ് സൈക്കിളിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ നമ്മുടെ ബയോളജി എക്സാം ഇന്ന് വന്നു കഴിഞ്ഞല്ലേ. അപ്പോൾ മക്കളെ നോക്കിക്കേ, ബയോളജിക്ക് ഫുൾ മാർക്ക് വാങ്ങണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്കുള്ള സ്പെഷ്യൽ വീഡിയോസ്, അതായത് 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ഒക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാണ്. സോ ഓൾറെഡി 1 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ഒക്കെ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇരുന്ന് കാണുക ആൻഡ് കൂടെ തന്നെ പഠിച്ചോളുക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബയോളജിയിൽ നിന്നുള്ള കഴിഞ്ഞ 5 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള എല്ലാ 2 മാർക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. സോ നമുക്ക് ആദ്യം സുവോളജിയിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ഗൗതമി മിസ് ബോട്ടണിയിൽ നിന്നുള്ള ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സമയം കളയണ്ട അല്ലെ, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ഷോയിങ് മെന്റൽസ് എക്സ്പെരിമെന്റ് യൂസിംഗ് പീപ്പിൾ ആൻഡ് ഐഡന്റിഫൈ ദ ക്രോസ് വിച്ച് ആർ ദ ലോസ് പ്രൊപ്പോസ്ഡ് ബൈ മെന്റൽ ബേസ്ഡ് ഓൺ ദിസ് ഒബ്സർവേഷൻസ്. മെന്റലിന്റെ ക്രോസ് തന്നിട്ടുണ്ട്. ഇത് ഏത് ക്രോസ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ടോൾ ആൻഡ് ഡ്വാർഫ് പ്ലാന്റിനെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഒരൊറ്റ ക്യാരക്ടർ ആണ്, 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് അല്ലെ. സോ ഏത് ക്രോസ് ആണ്? മോണോ ഹൈബ്രിഡ് ക്രോസ്. മോണോ ഹൈബ്രിഡ് ക്രോസ്. യെസ്, മോണോ ഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തിട്ട് മെന്റൽ പ്രൊപ്പോസ് ചെയ്ത ലോസ് ഏതൊക്കെയാണെന്നാണ് അടുത്ത ചോദ്യം. ഏതൊക്കെയാണടാ? ദാറ്റ് ഇസ് ലോ ഓഫ് ഡൊമിനൻസ്, ലോ ഓഫ് ഡൊമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷൻ അഥവാ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ്സ്. ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. amniocentesis for sex determination is legally banned now. What is amniocentesis? What it is banned? ഓക്കെ, അതായത് എന്താ amniocentesis എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ amniocentesis? ഇതൊരു പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് അല്ലെ. അതായത് നമുക്കറിയാലോ, ഈ കുഞ്ഞ് യൂട്രസിന്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡിന്റെ ഉള്ളിലായിരിക്കുന്നത്. ഓക്കെ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നമ്മൾ എന്ത് ചെയ്യും? നീഡിൽ വെച്ചിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്തെടുക്കും. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ എന്തുണ്ടാകും? ഫീറ്റൽ സെൽസ് ഉണ്ടാവും. ഓക്കെ, ഫീറ്റൽ സെൽസ് ഉണ്ടാവും. ഈ സെൽസിന്റെ ന്യൂക്ലിയസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ക്രോമസോം കണ്ടെത്തി ആ ക്രോമസോമൽ പാറ്റേൺ മനസ്സിലാക്കും. ഓക്കെ, ക്രോമസോമൽ പാറ്റേൺ മനസ്സിലാക്കും. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ കുട്ടിക്ക് എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ബാൻ ചെയ്തത്? വൈ ഇറ്റ് ഇസ് ബാൻഡ്? അതായത് amniocentesis-ലൂടെ നമുക്ക് ചൈൽഡിന്റെ അഥവാ ഫീറ്റസിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആൾക്കാർ നേരത്തെ തന്നെ കുഞ്ഞിന്റെ സെക്സ് മനസ്സിലാക്കുന്നു. മെയിൽ ഓർ ഫീമെയിൽ എന്ന് ഐഡന്റിഫൈ ചെയ്ത് ഫീമെയിൽ ആണെന്ന് മനസ്സിലാവുമ്പം ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മളെ നാട്ടില് ഫീമെയിൽ ഫീറ്റിസൈഡ്സ് കൂടി വന്നു. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു amniocentesis എന്ന് പറയുന്ന പരിപാടി അങ്ങോട്ട് ബാൻ ചെയ്തത്. കാരണം എന്താ? നമ്മൾ കുഞ്ഞിന്റെ സെക്സ് അറിയണ്ട, അപ്പോഴല്ലേ നമുക്ക് അബോർട്ട് ചെയ്യാൻ തോന്നുള്ളൂ. സോ അറിയണ്ട എന്ന് ഗവൺമെന്റ് അങ്ങോട്ട് തീരുമാനിച്ചു. ഓക്കെ, ബിക്കോസ് of the increased rate of female feticides. Okay അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. Name any 2 protozoan diseases, its causative organism and any 2 symptoms. ഇപ്പൊ 2 protozoan diseases എഴുതണം. ഏതൊക്കെയാണ്? മലേറിയ. ഓക്കെ, മലേറിയ, അതേപോലെ തന്നെ അമീബിയാസിസ്. ഓക്കെ, മലേറിയ ഉണ്ടാക്കുന്ന പ്രോട്ടോസോൺ പ്ലാസ്മോഡിയം അല്ലേ? പ്ലാസ്മോഡിയം ആണ്. ആൻഡ് അമീബിയാസിസ് കോസ്ഡ് ബൈ എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക. ഓക്കെ, ഇനി സിംറ്റംസ് എഴുതണം. ഇപ്പൊ മലേറിയയുടെ സിംറ്റംസ് നമുക്ക് എന്തൊക്കെ പറയാം? ഹെവി ഫീവർ വിത്ത് ചിൽസ്. ഓക്കെ, വിറയലോട് കൂടിയുള്ള പനി ഉണ്ടാവും. സ്വെറ്റിംഗ് കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെയോ വൊമിറ്റിംഗ് ഉണ്ടാവും. വൊമിറ്റിംഗ് ഉണ്ടാവും ആൻഡ് ഡയേരിയ ഉണ്ടാവും. ഇതൊക്കെയാണ് മലേറിയയുടെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി അമീബിയാസിസ് ആണെങ്കിലോ സിംറ്റംസ് എന്തൊക്കെയാണ്? കോൺസ്റ്റിപ്പേഷൻ അല്ലെ? കോൺസ്റ്റിപ്പേഷൻ, abdominal pain with cramps, പിന്നെ stools with mucus and blood. Okay, yes. അടുത്ത ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ഇല്ലസ്ട്രേഷൻ ഷോട്ട് ഗിവൻ ബിലോ. സോ ഇവിടെ ഡ്രഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ഡ്രഗിന്റെ പേരെന്ന് കൊടുത്തിട്ടുണ്ട്, എങ്ങനെ ബോഡിനെ എഫക്ട് ചെയ്യുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്, ആൻഡ് ഡ്രഗ് ഉണ്ടാക്കുന്ന ഏത് പ്ലാന്റിൽ നിന്നാണെന്ന് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെ. നോക്കിക്കേ, സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിനെ എഫക്ട് ചെയ്യുന്നു ഏത് ഡ്രഗാണ്? ഓപ്പിയോയിഡ്. ഓപ്പിയോയിഡ്സ് ആണ് അല്ലെ? ഓപ്പിയോയിഡ്സ്. ആൻഡ് ഓപ്പിയോയിഡ്സ് ഉണ്ടാക്കുന്നത് ഏത് പ്ലാന്റിൽ നിന്നാണ്? ദാറ്റ് ഇസ് പെപ്പാവർ സൊംനിഫെറം. അടുത്തതാണ് കനബിനോയിഡ്. കനബിനോയിഡ് റിസപ്റ്റേഴ്സ് ഇൻ ബ്രെയിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ദാറ്റ് ഇസ് കനബിസ് സറ്റൈവ ആണ് പ്ലാന്റ്. കനബിസ് സറ്റൈവ. കൊക്ക ആൽക്കലോയിഡ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനാണ് എഫക്ട് ചെയ്യുക. എറിത്രോസൈലം കൊക്കയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അല്ലെ. സോ മക്കൾ എന്ത് ചെയ്യുക? ഈ ഡ്രഗ്സിന്റെ പേര് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ. ഏത് പ്ലാന്റിൽ നിന്നാണ് ഇതിനെ ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് പഠിക്കുക. ആൻഡ് ഓൾസോ എങ്ങനെ ബോഡിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കുക. ഡ്രഗ്സിൽ നിന്ന് അത് മാത്രമേ ചോദിക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടു കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പൊ ഫില്ലപ്പ് ചെയ്യണം. കേർഡിംഗ് ഓഫ് മിൽക്ക് മൈക്രോ ഓർഗാനിസം ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്.
ഓക്കെ, ആൻഡ് ഓൾസോ യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസം കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേർഡിംഗ് ഓഫ് മിൽക്കിന്റെ മൈക്രോ ഓർഗാനിസം നമുക്കറിയാലോ, ദാറ്റ് ഇസ് ലാക്ടോബാസിലസ്. ലാക്ടോബാസിലസ്. ബാസിലസ് തുറിഞ്ചിയൻസിസ് യൂസ് എന്താണെടാ? ബയോ കൺട്രോൾ ഏജന്റ് ആണ് അല്ലെ, ബയോ കൺട്രോൾ ഏജന്റ്. ആസ്പെർഗില്ലസ് ടൈഗർ സിട്രിക് ആസിഡ്. പ്രൊഡക്ഷൻ ഓഫ് ബ്യൂട്ടാരിക് ആസിഡ് ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈറിക്ക. ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈറിക്ക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു ഫാദർ ഇസ് വിത്ത് O blood group and mother is with B blood group, write the possible blood groups of their children. അതായത് ഫാദർ O blood group, ഫാദർ ഇസ് വിത്ത് O blood group അല്ലേ, O blood group ആണെങ്കിൽ സ്മോൾ ഐ വരണം. ആൻഡ് മദർ ഇസ് വിത്ത് B blood group. ഓക്കെ, B blood group ആണ് മദർ വരുന്നത്. അപ്പൊ എന്തൊക്കെയാവാം? IB ആവാം, IBI ആവാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് കണ്ടുപിടിക്കണം. നോക്കിക്കടാ, നമുക്ക് IBI എടുക്കാം. അമ്മ IBIയും ഫാദർ സ്മോൾ ഐയും. ഓക്കെ, അപ്പം IBI വരുന്നുണ്ട്, II വരുന്നുണ്ട്, IBI വരുന്നുണ്ട്, II വരുന്നുണ്ട്. അപ്പൊ II വന്നിട്ടുണ്ടെങ്കിൽ O ബ്ലഡ് ഗ്രൂപ്പ് ആണ് കുട്ടികൾ. അപ്പൊ 50% കുട്ടികൾ O ബ്ലഡ് ഗ്രൂപ്പ് ആണ്, ബാക്കി 50% എന്താണ്? IBI അല്ലേ, B ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ കുട്ടികളുടെ എന്താണ് പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവ് ദ ഫിഗർ, ഐഡന്റിഫൈ ദ മോളിക്യുലർ സ്ട്രക്ചർ ഗിവൺ ഇൻ ദ ഫിഗർ. അപ്പം ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന മോളിക്യുലർ സ്ട്രക്ചർ എന്താണ്? ആന്റിബോഡി ആണ് അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻ. ആന്റിബോഡി അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് അല്ലേ. നെയിം ദ റീജിയൻസ് ലേബിൾഡ് ആസ് A, B, C. അപ്പം C എന്താണ്, B എന്താണ്, A എന്താണ്? സോ ആന്റിബോഡിയുടെ സ്ട്രക്ചർ സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്തൊക്കെ അറിയാം? ലൈറ്റ് ചെയിൻ ഉണ്ട്. സോ ഇവിടെ B എന്ന് പറയുന്നത് ലൈറ്റ് ചെയിൻ ആണ്. ആൻഡ് എന്താണ്? ഹെവി ചെയിൻ ഉണ്ട്. അപ്പൊ C ഹെവി ചെയിൻ ആണ്. ആൻഡ് ഈ ഒരു റീജിയൻ എന്താണ്? ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ആണ് അല്ലെ. സോ A എന്ന് പറയുന്നത് എന്താണ്? ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ആണ്. ആകെ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ മാത്രമേ ലേബിൾ ചെയ്യാൻ ചോദിക്കുള്ളൂ. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടി വരും, അതായത് എക്സാമ്പിൾസ് ഓഫ് ആന്റിബോഡി. നിങ്ങൾ കുറെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. IgA ഉണ്ട്, IgG ഉണ്ട്, IgE ഉണ്ട്, IgM ഉണ്ട്. സോ അറിയുന്ന ആന്റിബോഡീസ് എന്ത് ചെയ്യുക? എഴുതി വെച്ചോളൂ കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. ഇൻ യൂക്കാരിയോട്സ് gene expression can be regulated at several levels. Write different levels at which gene expression can be regulated. അതായത് യുക്കാരിയോട്ടുകളിൽ നമുക്ക് ജീനിന്റെ എക്സ്പ്രഷൻ പല ലെവലുകളിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ലെവൽസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ 1 is ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ അല്ലേ. യെസ്, അതായത് ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ജീൻ എക്സ്പ്രഷനെ. പ്രോസസിംഗ് ലെവൽ, അതായത് നമുക്കറിയാം യുക്കാരിയോട്ടിൽ DNA-യിൽ നിന്ന് ആദ്യം എന്തുണ്ടാവും? HNRNA. എന്നിട്ട് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ്, നമ്മൾ ക്യാപ്പിംഗ്, ടെയിലിംഗ്, സ്പ്ലൈസിംഗ് ഒക്കെ പഠിച്ചു. അതിനുശേഷമാണ് mRNA ഉണ്ടാവുന്നത് അല്ലെ. സോ ഈ പ്രോസസിംഗ് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഉണ്ടാവുന്ന mRNA ന്യൂക്ലിയസിലാണ്. അവിടെ നിന്ന് ആ ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലുള്ള എവിടേക്ക് വരണം? റൈബോസോമിലേക്ക് വരണം. കാരണം അവിടെ വെച്ചിട്ടാണ് ട്രാൻസ്ലേഷൻ സംഭവിക്കുന്നത് അല്ലെ. സോ ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം അവിടെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ mRNA പ്രോട്ടീൻ ഉണ്ടാക്കുന്നു അല്ലെ, അതായത് ട്രാൻസ്ലേഷണൽ ലെവൽ. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യെസ്, ജീൻ എക്സ്പ്രഷൻ നമുക്ക് റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ദ ഫ്ലോയിങ് ടേംസ് റിലേറ്റഡ് വിത്ത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ICSI ആൻഡ് GIFT അല്ലെ. ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്താൽ മതി. ICSI ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പെർം ഇൻജെക്ഷൻ. യെസ്, അങ്ങനെയാണെങ്കിൽ എന്താ? GIFT ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പൊ മക്കളെ, മോളിക്യുലർ ബയോളജിയും അതുപോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലൊക്കെ കുറെ ഫുൾ ഫോംസ് പഠിക്കാനുണ്ട്. അത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിച്ചു കാണാറുള്ള ചോദ്യമാണ്, പഠിക്കണം കേട്ടോ. ഓക്കെ, IUDs എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. IUD 3 ടൈപ്പ് ഉണ്ടല്ലോ. നോൺ മെഡിക്കേറ്റഡ് IUD, കോപ്പർ റിലീസിംഗ് IUD, ഹോർമോൺ റിലീസിംഗ് IUD. നോൺ മെഡിക്കേറ്റഡ് IUDന്റെ എക്സാമ്പിൾ ലിപ്പസ് ലൂപ്പ്. കോപ്പർ റിലീസിംഗ് IUD കോപ്പർ 7, കോപ്പർ T, ഒന്നുകൂടി ഉണ്ട് മൾട്ടിലോഡ് 375. ഓക്കെ, ഹോർമോൺ റിലീസിംഗ് IUDs ഏതൊക്കെയാണടാ? LNG-20, LNG-20യും പ്രൊജസ്റ്റസേർട്ടും. Okay, next question. Nowadays, the world is facing a problem of increased rate of species extinction due to human activities, right? Major causes of biodiversity loss. Biodiversity loss ന് കാരണമായിട്ടുള്ള മേജർ കോസസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. Evil quartet എന്ന് നമ്മളോട് ചോദിക്കും അല്ലേ. രണ്ട് രീതിയിലും ചോദ്യങ്ങൾ മാറി മാറി വരാറുണ്ട് കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. ഏതൊക്കെയാണ്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. 4 കാരണങ്ങളെ പഠിക്കേണ്ടു അല്ലേ. ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, and the fourth one is co-extinction.
ദീസ് ആർ ദ ഈവിൽ ക്വാർട്ടറ്റ്സ് അല്ലേ. യെസ്, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എവല്യൂഷൻ ഓഫ് ഡാർവിൻ ഫിഞ്ചസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ അഡാപ്റ്റീവ് റേഡിയേഷൻ. വാട്ട് ഇസ് മെന്റ് ബൈ അഡാപ്റ്റീവ് റേഡിയേഷൻ? എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ? ഗിവ് ടു അതർ എക്സാമ്പിൾ ഫോർ ഓർഗാനിസംസ് ദോട്ട് എക്സിബിറ്റ് അഡാപ്റ്റീവ് റേഡിയേഷൻ. 2 എക്സാമ്പിൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ ഡാർവിൻ ഫിഞ്ചസ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ബാക്കി 2 എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ എക്സാമ്പിൾസ് എഴുതാൻ പറ്റും? ഒന്ന് നമുക്ക് ഓസ്ട്രേലിയയിൽ മാർസൂപ്പിയൽസിന് നടന്നിട്ടുള്ള മാർസൂപ്പിയൽ റേഡിയേഷൻ പറയാം. ആൻഡ് ഓൾസോ ഓസ്ട്രേലിയയിലെ പ്ലാസെന്റൽ മാമൽസിനും അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, മൊത്തം നിങ്ങൾക്ക് 3 എക്സാമ്പിൾസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഡാർവിൻ ഫിഞ്ചസും ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽ റേഡിയേഷൻ ആൻഡ് പ്ലാസെന്റൽ മാമൽസ് നടന്നിട്ടുള്ള അഡാപ്റ്റീവ് റേഡിയേഷൻ. സോ എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ? ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ അഡാപ്റ്റീവ് റേഡിയേഷൻ? ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് എവല്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ജോഗ്രഫിക്കൽ ഏരിയ സ്റ്റാർട്ടിംഗ് ഫ്രം എ പോയിന്റ് ആൻഡ് റേഡിയേറ്റിംഗ് ടു അതർ ഏരിയാസ് ഓഫ് ജോഗ്രഫി ഈസ് കോൾഡ് ആസ് അഡാപ്റ്റീവ് റേഡിയേഷൻ. അതായത് ഒരു ഐസൊലേറ്റഡ് ജോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു പോയിന്റിൽ നിന്ന് എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് ആ ജോഗ്രഫിക്കൽ ഏരിയയുടെ പല ഹാബിറ്ററ്റിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നു, പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നു. ഈ പ്രോസസ്സിനാണ് നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈക്രോഗ്രാഫ് ഓഫ് RBC of 2 persons are shown below. Person B is affected with a specific genetic disorder. Identify the genetic disorder. അതായത് നോക്കിക്കേ, നമ്മുടെ RBC ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ്, അതാണ് നോർമൽ ആയിട്ടുള്ള ആള് എ. പക്ഷേ ബി നോക്കിക്കേ, ഇങ്ങനെ വളഞ്ഞ അരിവാൾ പോലെയാണ് RBC ഇരിക്കുന്നത് അല്ലെ, സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, സിക്കിൾ സെൽ അനീമിയ, സിക്കിൾ ഷേപ്ഡ് RBC ഉണ്ട്. റൈറ്റ് റീസൺ ഫോർ ദിസ് ഡിസോർഡർ. എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നത്? അതായത് നോക്കിക്കടാ, എന്താ ഈ രോഗത്തിന് കാരണം? യെസ്, ഇവിടെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു, മിസ് ജസ്റ്റ് അതാണ് നോക്കിയിട്ടുള്ളത്. ഓക്കെ, എന്താ ഇതിന് കാരണം എന്താണ്? അതായത് നമുക്കറിയാം നമ്മുടെ RBCയിലാണ് ആരിയിരിക്കുന്നത്? ഹീമോഗ്ലോബിൻ ഇരിക്കുന്നത്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. 4 പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ് ഹീമോഗ്ലോബിൻ ഉള്ളത്. 2 ആൽഫ ചെയിനും ഉണ്ട്, 2 ബീറ്റ ചെയിനും ഉണ്ട്. ഈ ബീറ്റ ഗ്ലോബിൻ ചെയിൻ ഇതിനെ ഉണ്ടാക്കുന്ന ജീനിന് മ്യൂട്ടേഷൻ സംഭവിക്കും. അപ്പൊ അബ്നോർമൽ ബീറ്റ ഗ്ലോബിൻ ചെയിൻ ആണ് ഉണ്ടാവുക. അതായത് ബീറ്റ ഗ്ലോബിൻ ചെയിനിന്റെ 6th പൊസിഷനിൽ എന്തുണ്ടാവണം? ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ടാവണം. പക്ഷെ അതിന് സ്ഥാനത്ത് ആര് വന്നിരിക്കും? വാലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അബ്നോർമൽ ബീറ്റ ഗ്ലോബിൻ ചെയിൻ ആണ് ഉണ്ടാവുന്നത്. സോ ബീറ്റ ഗ്ലോബിൻ ചെയിൻ അബ്നോർമൽ ആയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിരിക്കുന്ന ഹീമോഗ്ലോബിൻ അബ്നോർമൽ ആയി. ഹീമോഗ്ലോബിൻ എന്ത് സംഭവിക്കും? പോളിമറൈസേഷൻ സംഭവിക്കും. ഓക്കെ, പോളിമറൈസേഷൻ സംഭവിക്കും. സോ ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പുള്ള RBC എന്ത് ചെയ്യുന്നു? വളഞ്ഞ് അരിവാള് പോലെയാവും, സിക്കിൾ ഷേപ്പിലേക്ക് മാറുന്നു. ദിസ് ഇസ് സിക്കിൾ സെൽ അനീമിയ അല്ലെ. ഇതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത് കേട്ടോ. സോ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം ബീറ്റ ഗ്ലോബിൻ ചെയിനിൽ 6th പൊസിഷനിൽ വാലിൻ വന്നിരിക്കുന്നു എന്നുള്ളത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? യെസ്, മാച്ച് ദ ഫോളോയിങ്. സിമ്പിൾ ആണ്, നമുക്ക് മാച്ച് ചെയ്യാം. LH surge, ovulation, Leydig cells, androgens, ampullary isthmic junction, fertilization, Sertoli cells, nutrition to spermatids. Codon AUG is known as initiator codon. That was start codon. Name the amino acid coded by AUG. ഏത് amino acid ആണ്? Methionine. Write any 2 stop codons എന്ന് ചോദിച്ചിട്ടുണ്ട്. UAA പറയാം, UGA പറയാം, UAG പറയാം അല്ലേ. Okay. Choose the correct terms from the bracket to fill in the blanks and complete the table. Okay, അപ്പോൾ നമുക്ക് എവല്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറെ ഹിന്റ് തന്നിട്ടുണ്ട്, ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മാത്രം മതി. നാച്ചുറൽ സെലക്ഷൻ ഡാർവിനിസം, കെമിക്കൽ എവല്യൂഷൻ മില്ലേഴ്സ് എക്സ്പെരിമെന്റ്, ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ബിഗ് ബാങ് തിയറി, യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ് ലമാർക്കിസം. ഓക്കെ, Name the cap-like structure present in sperm head drive its function. Spermന്റെ സ്ട്രക്ചർ പഠിച്ചു വെച്ചുള്ള ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്പെർമിന്റെ ഹെഡിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ കാണാം. ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്രോസോം. അല്ലടാ, ആക്രോസോം. എന്താ ഇതിന്റെ ഫംഗ്ഷൻ? ആക്രോസോമില് ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ഉണ്ട് അല്ലെ. ഇറ്റ് ഇസ് ഫിൽഡ് വിത്ത് എൻസൈംസ്. ഈ എൻസൈംസ് എന്തിനു ഹെൽപ്പ് ചെയ്യും? എഗ്ഗിനെ പെനിട്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെ. സ്പെർമിന് എന്ത് ചെയ്യണം? ഫെർട്ടിലൈസ് ചെയ്യണ്ടേ എഗ്ഗിനെ. സോ ഫെർട്ടിലൈസേഷനെ ഹെൽപ്പ് ചെയ്യും. അഥവാ ഈ എഗ്ഗിന്റെ ഉള്ളിലേക്ക് സൈറ്റോപ്ലാസത്തിലേക്ക് സ്പെർമിനെ എന്ത് ചെയ്യണം? ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്യണം, അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ഫെർട്ടിലൈസേഷൻ എന്ന് എഴുതിയാലും മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മെയിൽ ഹെട്രോഗാമിറ്റി ആൻഡ് ഫീമെയിൽ ഹെട്രോഗാമിറ്റി. റൈറ്റ് 1 എക്സാമ്പിൾ ഫോർ ഈച്ച്. മെയിൽ ആൻഡ് ഫീമെയിൽ ഹെട്രോഗാമിറ്റി തമ്മിലുള്ള വ്യത്യാസം എക്സാമ്പിളും നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ മെയിൽ ഹെട്രോഗാമിറ്റി? അതായത് മെയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സിനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതാണ് മെയിൽ ഹെട്രോഗാമിറ്റി. മെയിൽ പ്രൊഡ്യൂസസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ്. ഇനി ഫീമെയിൽ ആണെങ്കിലോ, ദാറ്റ് ഇസ് ഫീമെയിൽ ഹെട്രോഗാമിറ്റി. ഫീമെയിൽ പ്രൊഡ്യൂസസ്
ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫീമെയിൽ ഹെട്രോഗാമീറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് അല്ലെ? വ്യത്യാസം നമുക്ക് മനസ്സിലായി, തമ്മിലുള്ള വ്യത്യാസം. എക്സാമ്പിൾ എഴുതണം. അതായത് ഇപ്പൊ മെയിൽ ഹെട്രോഗാമീറ്റിന്റെ എക്സാമ്പിൾ അതാണ് നമ്മുടെ XXXY മെക്കാനിസം കാണിക്കുന്നത് ഹ്യൂമൻസും ഡ്രോസോഫില. ഓക്കെ, XXXO മെക്കാനിസം ഷോൺ ബൈ സം ഇൻസെക്ട്സ്, എക്സാമ്പിൾ ഗ്രാസ് ഹോപ്പർ. ഓക്കെ, നോക്കിക്കേടാ, XX ഫീമെയിൽ ആയിരിക്കും. ഓക്കെ, XY എന്ന് പറയുന്നത് മെയിൽ ആണ്. ഹ്യൂമൻസിന്റെ കേസാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ജസ്റ്റ് നമ്മൾ ക്രോസ് ചെയ്യാം. XX വന്നാൽ ഗേൾ, XY വന്നിട്ടുണ്ടെങ്കിൽ ബോയ് ചൈൽഡ് ആണ്. ഓക്കെ, സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സിനെ ആരാണോ ഉണ്ടാക്കുന്നത് അവരാണ് എന്ത് ചെയ്യുന്നത്? അച്ഛനും അമ്മയും ആവട്ടെ കുഞ്ഞിന്റെ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ അച്ഛനാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സിനെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഹ്യൂമൻസിലും ഡ്രോസോഫിലും ഗ്രാസ് ഹോപ്പറിലൊക്കെ നിങ്ങൾ നോക്കിക്കേടാ, അതായത് XY XO, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ്, ഡിഫറെന്റ് സെക്സ് ക്രോമസോം ഉള്ളത് ആർക്കാണ്? ഫാദറിനാണ്. സോ ഫാദർ ഡിറ്റർമൈൻസ് ദ സെക്സ് ഓഫ് ദ ചൈൽഡ് അല്ലേ? ഓക്കെ, ഇനി ഫീമെയിൽ ഹെട്രോഗാമീറ്റിന്റെ എക്സാമ്പിൾ ZZZW മെക്കാനിസം ദാറ്റ് ഇസ് ഷോൺ ബൈ ബേർഡ്സ്. ഓക്കെ, ZZ എന്ന് പറയുന്നത് മെയിൽ ആയിരിക്കും, ZW എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്. ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഗ്ഗിനെ ഉണ്ടാക്കുന്നത് ആരാണ്? ഫീമെയിൽ ആണ്. ഫീമെയിൽ ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്സ് ക്രോമസോംസിനെ ഉണ്ടാക്കുന്നത്. ZW മെയിലോ ZZ ആണ്, ഹോമോഗാമീറ്റിക് ആയിരിക്കും ഇവിടെ മെയിൽ. പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പേംസിനെ ഉണ്ടാക്കുന്നത് ആരായിരുന്നു? മെയിൽ ആയിരുന്നു അല്ലേ? ഓക്കെ, യെസ്. സോ ക്രോസ് ചെയ്യാം. ZZ ZW, ZZ ZW. ZZ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് മെയിൽ ബേർഡ്, ZW വന്നാൽ ഫീമെയിൽ ബേർഡ്. ഓക്കെ, സോ ഹിയർ ഫീമെയിൽ ഡിറ്റർമൈൻസ് ദ സെക്സ് ഓഫ് ദ ചൈൽഡ് അല്ലെ? ഫീമെയിൽ ഡിറ്റർമൈൻസ് സെക്സ് ഓഫ് ചൈൽഡ്. കാരണം ഫീമെയിൽ ഹെട്രോഗാമിറ്റി ആണ് കാണിക്കുന്നത്, മെയിൽ ഹോമോഗാമിറ്റിക് ആയിരിക്കും കേട്ടോ. ഇവിടെ ഫാദർ ഡിറ്റർമൈൻസ് ദ സെക്സ് ഓഫ് ദ ചൈൽഡ്. ഓക്കെ അല്ലേ? ഇവിടെ മദർ ആണ്. അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാസന്റ ഓൾസോ ആക്ട് ആസ് ആൻ എൻഡോക്രൈൻ ടിഷ്യൂ ആൻഡ് പ്രൊഡ്യൂസ് സെവറൽ ഹോർമോൺസ്. നെയിം എനി ടു പ്ലാസന്റൽ ഹോർമോൺസ്. HCG HPL അല്ലേ? റൈറ്റ് ടു ഫങ്ഷൻസ് ഓഫ് പ്ലാസന്റ. എന്തൊക്കെയാ പ്ലാസന്റിന്റെ ഫങ്ഷൻസ്? ഒന്ന്, എംബ്രിയോയിലേക്ക് മദറിൽ നിന്ന് ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത് പ്ലാസന്റയാണ്. അതേപോലെ തന്നെ എംബ്രിയോയിൽ നിന്ന് വരുന്ന വേസ്റ്റ് പ്രോഡക്ട്സിനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ഒക്കെ മദറിന്റെ ബ്ലഡിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ആര് തന്നെയാണ്? പ്ലാസന്റ തന്നെയാണ് കേട്ടോ. ഓക്കെ, പ്ലാസന്റ വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞും അമ്മയും തമ്മിൽ ഒരു ഫിസിയോളജിക്കൽ കണക്ഷൻ ഉണ്ടാവുന്നത്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഇസ് ഗിവൺ ബിലോ. ഫിൽ അപ്പ് ദ മിസ്സിംഗ് പാർട്ട് A and B. A എന്താണ്, B എന്താണെന്നാണ് ചോദിച്ചത്? A ടെർമിനേറ്റർ ആണ്. ഓക്കെ, B എന്ന് പറയുന്നത് കോഡിംഗ് സ്ട്രാൻഡ്. റൈറ്റ് ദ റോൾ ഓഫ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എപ്പോഴും ലേബൽ ചെയ്യാൻ ചോദിക്കാറുണ്ട്. പ്രൊമോട്ടർ റീജിയനും സ്ട്രക്ചറൽ ജീനും ടെർമിനേറ്റർ റീജിയനും പിന്നെ രണ്ട് സ്ട്രാൻഡ്സ്, ടെംപ്ലേറ്റ് ആൻഡ് കോഡിംഗ് സ്ട്രാൻഡ്സ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ ഫംഗ്ഷൻ എന്താ? ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്നാണ് ന്യൂ mRNA സ്ട്രാൻഡ് ഇസ് ഫോംഡ്. mRNA ഉണ്ടാവുന്നത് എന്തിൽ നിന്നാണ്? ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്നായിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. ഡിഫൈൻ അനലോഗസ് ആൻഡ് ഹോമോലോഗസ് ഓർഗൻസ്. ഐഡന്റിഫൈ അനലോഗസ് ഓർഗൻ ഫ്രം ദ ഗിവൺ എക്സാമ്പിൾ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഹോമോലോഗസ് ആൻഡ് എന്താണ് അനലോഗസ് ഓർഗൻസ് എന്ന് നോക്കാം. ഹോമോലോഗസ് ഓർഗൻസ് കാണിക്കുന്നത് ഡൈവർജന്റ് എവല്യൂഷൻ ആണ്. ഓക്കെ, യെസ്. എന്താ ഹോമോലോഗസ് ഓർഗൻസ്? സ്ട്രക്ചറലി സിമിലർ ബട്ട് ഡിഫറെന്റ് ഫങ്ഷൻസ് അല്ലെ? സ്ട്രക്ചർ സെയിം ആയിരിക്കും പക്ഷെ ഫങ്ഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ഡൈവർജന്റ് എവല്യൂഷൻ. അപ്പൊ എന്താ അനലോഗസ് ഓർഗൻസ്? കൺവർജന്റ് എവല്യൂഷൻ ആണ് കാണിക്കുന്നത് അല്ലെ? കൺവർജന്റ് എവല്യൂഷൻ ആണ് കാണിക്കുന്നത്. സ്ട്രക്ചറലി ഡിഫറെന്റ് ബട്ട് സിമിലർ ഫങ്ഷൻസ്. ഓക്കെ അല്ലേ? ഇതിൽ ആർക്കാണ് കോമൺ ആൻസെസ്റ്റർ ഉള്ളത്? കോമൺ ആൻസെസ്ട്രി ഫോളോ ചെയ്യുന്നത് ഹോമോലോഗസ് ഓർഗൻസ് ആണ്. അനലോഗസ് ഓർഗൻ ആണെങ്കിൽ ഡിഫറെന്റ് ആൻസെസ്റ്റേഴ്സിൽ നിന്നുള്ള ഓർഗാനിസംസ് ആയിരിക്കും. ഇനി എക്സാമ്പിൾസിലേക്ക് നമുക്ക് പോവാം. ഐസ് ഓഫ് ഒക്ടോപസ് ആൻഡ് മാമൽസ് ദാറ്റ് ഇസ് അനലോഗസ് ഓർഗൻസ്. വെർട്ടിബ്രേറ്റ് ഹാർട്ട് ഹോമോലോഗസ് ഓർഗൻസ്. വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ് അനലോഗസ് ഓർഗൻസ് ആണ്. ഫോർ ലിംസ് ഓഫ് ചീറ്റ ആൻഡ് ഹ്യൂമൻ ഹോമോലോഗസ് ഓർഗൻസ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. Using the given terms in brackets, complete the following evolutionary stages of man. മാനിന്റെ
എവല്യൂഷൻ എല്ലാ എക്സാമിനും കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട്. ഈ ഫ്ലോ ചാർട്ട് ആണ് പഠിക്കേണ്ടത്. ഡ്രയോപിത്തക്കസ്, സ്ട്രോമോപിത്തക്കസ്, ഓസ്ട്രാലോപിത്തക്കസ്. ഓക്കെ, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, നിയാൻഡർതാൽ മാൻ ആൻഡ് ഹോമോ സാപ്പിയൻസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 ബയോആക്റ്റീവ് മോളിക്യൂൾസ് ആർ ഗിവൺ. സൈക്ലോസ്പോറിൻ എയും ഉണ്ട്, സ്ട്രെപ്റ്റോകൈനേസും ഉണ്ട്. നെയിം ദ മൈക്രോബ്. ഈ ബയോആക്റ്റീവ് മോളിക്യൂൾസ് ഉണ്ടാക്കുന്ന മൈക്രോബിന്റെ പേരും ആൻഡ് ഓൾസോ അതിന്റെ യൂസും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സൈക്ലോസ്പോറിൻ എ, ട്രൈക്കോഡെർമ പോളിസ്പോർ. ട്രൈക്കോഡെർമ എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അല്ലേ, ട്രൈക്കോഡെർമ പോളിസ്പോർ. ഓക്കെ, ഫംഗ്ഷൻ എന്താണടാ? ഇതൊരു ഇമ്മ്യൂണോ സപ്രസന്റ് ആണ്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുള്ള പേഷ്യൻസിൽ യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ്. എന്തിനാണ്? ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ട്. ഓക്കെ, സ്ട്രെപ്റ്റോകൈനേസ് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, യെസ്, ഇത് ക്ലോട്ട് ബസ്റ്റർ ആണ്. അതായത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഒക്കെ വന്നിട്ടുള്ള പേഷ്യൻസിലെ ബ്ലഡ് വെസലിന്റെ ഉള്ളിലെ ബ്ലഡ് ക്ലോട്ട് ഇല്ലേ, അതിനെ അലിയിപ്പിച്ച് കളയാൻ യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ് സ്ട്രെപ്റ്റോകൈനേസ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റൻ, ഫിഗർ ഷോയിങ് ദ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് ആൻഡ് വെർട്ടിബ്രേറ്റ്സ് ആർ ഷോൺ ബിലോ. ഐഡന്റിഫൈ ദ മോസ്റ്റ് ഡൈവേഴ്സ് ഗ്രൂപ്പ്സ് ഓഫ് വെർട്ടിബ്രേറ്റ്സ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ്സ്. ഓക്കെ, ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഏറ്റവും കൂടുതലുള്ളത് ഇൻസെക്ട്സ്. ഓക്കെ, വെർട്ടിബ്രേറ്റ്സിലാണെങ്കിലോ ഫിഷസ് ആണ്. വാട്ട് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ഏതൊക്കെയാണ് 3 ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ജെനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, ജസ്റ്റ് നെയിം ചെയ്താൽ മാത്രം മതി. 2 മാർക്കിന്റെ ക്വസ്റ്റൻ അല്ലേ. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഐഡന്റിഫൈ ദ പാർട്സ് ലേബിൾഡ് ആസ് എ, ബി, സി ആൻഡ് ഡി. അപ്പോൾ മക്കളെ നോക്കിക്കേ, ഇവിടെ നമുക്ക് എ, അതുപോലെ തന്നെ സി, ഡി, ബി, ഇത്രയും ലേബിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ലേബിൾ ചെയ്യാൻ ചോദിക്കും. അപ്പൊ കൃത്യമായിട്ട് ഇത് പഠിച്ചു വെച്ചോളാം. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാസ് ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. വാസ് ഡിഫറൻസ് ആണ് എ എന്ന് പറയുന്നത് അല്ലെ. എ വാസ് ഡിഫറൻസ് ആണ്. ആൻഡ് എപ്പിഡിഡൈമസ് ആണ് സി എന്ന് പറയുന്നത്. വാസ് എഫറൻഷ്യ ആണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് യൂറീത്ര. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ എല്ലാ പാർട്സും നിങ്ങൾ ലേബിൾ ചെയ്യാൻ പഠിക്കുക. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും പഠിക്കുക കേട്ടോ. ഓക്കെ, യെസ്, ഇത് നമ്മൾ നേരത്തെ തപ്പിക്കൊണ്ടിരുന്ന ഒരു എന്താ പറയുക ഫിഗർ ആയിരുന്നു. ഇപ്പോഴാണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ, സിക്കിൾ സെൽ അനീമിയയുടേത്. ഓക്കെ ഓക്കെ, ക്രോമസോമൽ ഡിസോർഡർ, കാരിയോടൈപ്പ്, സിംറ്റംസ്. ട്രൈസോമി 21 അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഇസ് ഡൗൺ സിൻഡ്രോം. ഓക്കെ, അടുത്തത് നിങ്ങൾ നോക്കിക്കടാ, ഗൈനക്കോമാസ്റ്റിയ കാരിയോടൈപ്പ് നമ്മൾ എഴുതണം. 44 ആണോ? യെസ്, 44 പ്ലസ് XXY കണ്ടീഷൻ അല്ലെ. XXY കണ്ടീഷൻ, അതായത് ദാറ്റ് ഇസ് ദി ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോം. പൊതുവെ പുരുഷന്മാരിൽ XY ക്രോമസോം ഉണ്ടാവണം, പക്ഷേ അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം വന്നിരിക്കും. സോ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് ചോദിക്കുകയാണെങ്കിൽ ഡൗൺ സിൻഡ്രോമിലും അത് 47 ആയിരിക്കും, ക്ലൈൻഫെൽട്ടേഴ്സിലും അത് 47 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം എഴുതണം. ഓക്കെ, ടേണർ സിൻഡ്രോം 44 പ്ലസ് XO, അതായത് പൊതുവെ സ്ത്രീകളിൽ XX ക്രോമസോം ഉണ്ടാവും. ഇത് മോണോസോമി ഓഫ് സെക്സ് ക്രോമസോം ആണ്, അതായത് ഒരു എക്സ് ക്രോമസോം നഷ്ടപ്പെടുന്നു. അപ്പോൾ 44 പ്ലസ് XO ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം എത്രയായിരിക്കും? 45 ആയിരിക്കും. റുഡിമെന്ററി ഓവറി സിംറ്റം. ഓക്കെ, ഏതെങ്കിലും ഒരു സിംറ്റംസ് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഇസ് നോൺ സ്പെസിഫിക് type of defense that is present at the time of birth. Which are the 4 types of barriers involved in innate immunity, and mention one example for each. ഏതൊക്കെയാണ് innate immunity യുടെ 4 ടൈപ്പ് ബാരിയേഴ്സ്? അതിന്റെ എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ബാരിയേഴ്സ്? ഫിസിക്കൽ ബാരിയേഴ്സ്, എക്സാമ്പിൾ സ്കിന്ന്, മ്യൂക്കസ്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, ലൈസോസൈം, ഗാസ്ട്രിക് ജ്യൂസ്. സെല്ലുലാർ ബാരിയേഴ്സിന്റെ എക്സാമ്പിൾ മാക്രോഫേജ്, ബേസോഫിൽ. സൈറ്റോകൈൻ ബാരിയേഴ്സിന്റെ എക്സാമ്പിൾ ഇന്റർഫെറോൺസ്. സോ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് മക്കളെ, ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, എ വൈഡ് റേഞ്ച് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആർ പ്രസന്റ്ലി available. Name 2 surgical method advised for male and female partner as a terminal method to prevent any more pregnancies. ഇനി അങ്ങോട്ട് പ്രഗ്നന്റ് ആവണ്ടെന്ന് തീരുമാനിക്കുന്ന മെയിലും ഫീമെയിലും സർജറി വഴിയാണ് കോൺട്രാസെപ്ഷൻ നടത്തുന്നത് അല്ലെ. അത് ഏതൊക്കെയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ മെയിലിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മെയിലിലാണെങ്കിൽ വാസ് ഡിഫറൻസ് എന്ത് ചെയ്യും? ഇങ്ങനെ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കും. ദാറ്റ് ഇസ് കോൾഡ് ആസ് വാസെക്ടമി. ഇനി ഫീമെയിലാണെങ്കിലോ ഫെലോപ്പിയൻ ട്യൂബ് ആണ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ആസ് ട്യൂബെക്ടമി കേട്ടോ. ഈ 2 സർജിക്കൽ മെത്തേഡ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇതിനെ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്നും പറയും. Okay, the flowing diagram shows central dogma in molecular biology. Write the name of process represented as A and V അല്ലേ. ഓക്കെ, നോക്കിക്കേ, DNA-യിൽ നിന്ന് DNA ഉണ്ടാവുന്നു, റെപ്ലിക്കേഷൻ. DNA-യിൽ നിന്ന് mRNA ഉണ്ടാവുന്നത്, ദാറ്റ് ഇസ് കോൾഡ് ആസ് ട്രാൻസ്ക്രിപ്ഷൻ. mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നത് ട്രാൻസ്ലേഷൻ ആണ്. സെൻട്രൽ ഡോഗ്മ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോളൂ.
ഓക്കെ, ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് മാച്ച് ചെയ്താൽ മതി. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്നുള്ള ചോദ്യമാണ്. ക്ലോസ്ട്രീഡിയം ബ്യൂട്ടാരിക്കം, ബ്യൂട്ടാരിക് ആസിഡ്, ആസ്പെർഗില്ലസ് നൈഗർ, സിട്രിക് ആസിഡ്, അസറ്റോബാക്ടർ അസറ്റെ, അസറ്റിക് ആസിഡ് ആൻഡ് ലാക്ടോബാസിലസ് ലാക്ടിക് ആസിഡ്. ഓക്കെ അല്ലേ മക്കളെ? നോക്കിക്കേ, നമ്മൾ സുവോളജിയിൽ നിന്നുള്ള എല്ലാ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇതൊക്കെയാണ് കഴിഞ്ഞ 5 വർഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 മാർക്കിന്റെ 3 മാർക്കിന്റെ ഒക്കെ വീഡിയോസ് നിങ്ങൾ എന്തായാലും ഇരുന്ന് കാണുക. അപ്പോൾ തന്നെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിനോടകം പഠിച്ച് കഴിയും. അപ്പോൾ സുവോളജി മാത്രം പോരല്ലോ, ബോട്ടണിയും വേണ്ടേ അല്ലേ? അപ്പോൾ ബോട്ടണിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗൗതമി മിസ് റെഡിയാണ്. അപ്പോൾ ഗൗതമി മിസ് നമ്മുടെ 2 മാർക്ക് ബോട്ടണി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യാം, സജഷൻസ് ഒക്കെ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ ബോട്ടണിയുടെ ക്വസ്റ്റ്യൻസും കൂടി അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ സുവോളജിയിലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ബോട്ടണിയിലുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വേഗം ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആൻഡ് ഡെട്രൈറ്റിസ് ഫുഡ് ചെയിൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഡെട്രൈറ്റിസ് ഫുഡ് ചെയിനും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. യെസ്, എന്താണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്? എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് എപ്പോഴും തുടങ്ങുന്നത് ഗ്രീൻ പ്ലാന്റ്സിൽ നിന്നാണ് അല്ലേ? ഗ്രീൻ പ്ലാന്റ്സിൽ നിന്നാണ് നമ്മുടെ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. ഇവിടെ GFC എന്ന് എഴുതാം, ഇവിടെ DFC എന്ന് എഴുതാം. അപ്പോൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് തുടങ്ങുന്നത് ലിവിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സിൽ നിന്നാണ്. നേരെ മറിച്ച് ഡെട്രൈറ്റിസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിൽ നിന്നുമാണ്. ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്നുമാണ് DFC അഥവാ ഡെട്രൈറ്റിസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് തുടങ്ങുന്നത്. യെസ്, ഇനി GFC അഥവാ ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ നമ്മുടെ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന ആരാ? ഗ്രീൻ പ്ലാന്റ്സിനെ കഴിക്കുന്ന പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഹെർബിവോഴ്സ് ആണ് അല്ലേ? ഹെർബിവോഴ്സ് ആണ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ DFCയിലേക്ക് അഥവാ നമ്മുടെ ഡെട്രൈറ്റിസ് ഫുഡ് ചെയിനിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കാര്യമായിട്ട് നമ്മുടെ ഡെട്രൈറ്റിവോഴ്സ് അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ് ആണ് അല്ലേ? ഡെട്രൈറ്റിവോഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ള പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് GFCയിൽ എന്താണ് നടക്കുന്നത്? ഡയറക്റ്റ് ആയിട്ട് സോളാർ എനർജി എന്ന് പറയുന്നത് പ്ലാന്റ്സിലേക്ക് പോകുന്നു, പ്ലാന്റ്സിൽ നിന്ന് ആനിമൽസിലേക്ക് പോകുന്നു അല്ലേ? ലൈറ്റ് എനർജി, ലൈറ്റ് എനർജി എന്ന് പറയുന്നത് നേരെ പ്ലാന്റ്സിലേക്ക് പോകും, പ്ലാന്റ്സിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? ആനിമൽസിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് നടക്കുന്നത്. നേരെ മറിച്ച് DFCയിൽ എന്താ നടക്കുക? ഓർഗാനിക് മാറ്റർ അല്ലേ? ഓർഗാനിക് മാറ്റർ എന്നുള്ളത് എന്ത് ചെയ്യുന്നു? നേരെ ഡീകമ്പോസേഴ്സിലേക്ക് പോകുന്നു, അവിടെ നിന്നിട്ട് ബാക്കി കൺസ്യൂമേഴ്സിലേക്ക് പോകുന്നു. യെസ്, ഈ രീതിയിലാണ് അവിടെ എന്ത് നടക്കുന്ന ആ ഒരു എനർജി ഫ്ലോ എന്ന് പറയുന്നത് നടക്കുന്നത്. യെസ്, ആൻഡ് GFC എന്ന് പറയുന്നത് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് GFC അഥവാ ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടാണ് ഈ ഒരു എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നടക്കുക കമ്പയർഡ് ടു DFC കേട്ടോ. കുറച്ചും കൂടി ഫാസ്റ്റർ ആയിരിക്കും. നേരെ മറിച്ച് ഇവിടെ എന്തായിരിക്കും? ഇവിടെ കുറച്ചും കൂടി സ്ലോവർ ആയിട്ടായിരിക്കും എന്ത് നടക്കുന്നുണ്ടായിരിക്കും? ആ ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നടക്കുന്നുണ്ടായിരിക്കുക. യെസ്, ഓക്കെ, അതാണ് മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ആൻഡ് DFC എന്ന് പറയുന്നതും GFC എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് കാര്യമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലിസ്റ്റ് ഔട്ട് എനി 2 devices in plants which help to discourage self pollination and to encourage cross pollination. ഇതൊരു റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു ക്രോസ് പോളിനേഷൻ എൻകറേജ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്ലാന്റിൽ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കുക? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പോളന്റെ റിലീസും അതുപോലെ തന്നെ സ്റ്റിഗ്മയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? സിങ്ക്രണൈസ്ഡ് ആയിരിക്കില്ല. പോളന്റെ റിലീസും പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ ഫോർമേഷൻ എന്ന് പറയുന്നത് എന്തല്ല? ഇസ് നോട്ട് സിങ്ക്രണൈസ്ഡ്. ഇത് സിങ്ക്രണൈസ്ഡ് ആയിരിക്കില്ല. അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പൊസിഷൻ. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ പിസ്റ്റലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേമിൻ്റെയും പൊസിഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഡിഫറെൻറ്റ് പൊസിഷൻ നമുക്ക് കൊടുക്കാം. ഡിഫറെൻറ്റ് പൊസിഷൻ ഓഫ് പിസ്റ്റൽ ആൻഡ് സ്റ്റേമൻ. അപ്പോൾ യൂഷ്വലി സ്റ്റേമൻ എന്ന് പറയുന്നത് താഴെയായിരിക്കും, പിസ്റ്റൽ എന്ന് പറയുന്നത് മുകളിലായിരിക്കും. സോ ദാറ്റ് മുകളിലേക്ക് ഈ പറയുന്ന പോലെ പോളൻ ഗ്രെയിൻസ് പറന്ന് ചെല്ലാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഓക്കെ, പിന്നുള്ളതാണ് നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള മെക്കാനിസം എന്ന് പറയുന്നത് സെൽഫ് ഇൻകംപാറ്റബിലിറ്റി എഴുതാം. ഇൻകംപാറ്റബിലിറ്റി അതുപോലെ തന്നെ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് അല്ലേ? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഇപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന പോലെ തന്നെ സെൽഫ് പോളിനേഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം എന്നാണ്, പക്ഷേ ചില ഇയേഴ്സിൽ എന്താണ് 4 എണ്ണവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 4 എണ്ണം തന്നെ പഠിച്ചു വെക്കണം കേട്ടോ.
യെസ്, ഹൗ ക്യാൻ വി മേക്ക് ബാക്ടീരിയൽ സെൽ കോമ്പിറ്റന്റ് ഫോർ ട്രാൻസ്ഫോർമേഷൻ വിത്ത് റീകോമ്പിനന്റ് DNA എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിനെ കോമ്പിറ്റന്റ് ആക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കാം? അപ്പോൾ ആദ്യം നമ്മൾ ഏതെങ്കിലും ഡൈവാലന്റ് കാറ്റയോൺ, സേ കാൽഷ്യം പോലെയുള്ള ഡൈവാലന്റ് കാറ്റയോൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറയുന്ന പോലെ സ്പെസിഫിക് കോൺസെൻട്രേഷനിൽ അവരെ ട്രീറ്റ് ചെയ്യുന്നു. ഡൈവാലന്റ് കാറ്റയോൺ, കാൽഷ്യം പോലെയുള്ള ഡൈവാലന്റ് കാറ്റയോൺ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രീറ്റ് ചെയ്യുന്നത്. യെസ്, അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് DNA നമുക്ക് ഇതിലേക്ക് ഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റുക? നമ്മൾ ഇൻക്യുബേഷൻ നടത്തുന്നു അല്ലേ? യെസ്, ഇൻക്യുബേഷൻ നടത്തുന്നു. റീകോമ്പിനന്റ് DNA എന്താ പറയുക വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഐസിൽ വെച്ചിട്ട് ഇൻക്യുബേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഏകദേശം ഒരു 42 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, 42 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളൊരു ഹീറ്റ് ഷോക്ക് അവർക്ക് പ്രൊവൈഡ്. ഹീറ്റ് ഷോക്ക് എന്ന് പറയുമ്പോൾ എന്താ? ഇത്രയും ഐസിൽ വെച്ച് ഇൻക്യുബേറ്റ് ചെയ്ത ശേഷം പടയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ചൂട് കൊടുക്കണം, അത്രയും വലിയൊരു ടെമ്പറേച്ചർ കൊടുക്കുകയാണ്. അപ്പോൾ ഹീറ്റ് ഷോക്ക് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും എന്ത് നടക്കുകയാണ്? ഇൻക്യുബേഷൻ അല്ലേ, വീണ്ടും എന്താണ് ഈ പറയുന്ന പോലെ തന്നെ ഇൻക്യുബേറ്റ് ചെയ്യണം അവരെ. വീണ്ടും ദേ പുട്ട് ബാക്ക് ഇൻ ദി ഐസ് അല്ലേ, ഐസിൽ വീണ്ടും അവരെ ഇടുന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന നമ്മുടെ സെല്ലിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കോമ്പിറ്റന്റ് ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഇസ് എ തെർമോസ്റ്റേബിൾ എൻസൈം യൂസ്ഡ് ഇൻ PCR? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എൻസൈം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ടാക് പോളിമറേസ്. ടാക് പോളിമറേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. നെയിം ദ ബാക്ടീരിയം. ബാക്ടീരിയം ഏതാണ്? തെർമസ് അക്വാട്ടിക്കസ്. തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയത്തിൽ നിന്നാണ് എന്ത് ഈ ഒരു എൻസൈമിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡിഫൈൻ പ്രൊഡക്ടിവിറ്റി. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ അല്ലേ. ആ ബയോമാസ് പ്രൊഡക്ഷൻ്റെ റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ആണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പ്രൊഡക്ടിവിറ്റീനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? മെയിനായിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇൻഹാബിറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ഏതാണ് എന്നുള്ളതാണ് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. മെയിനായിട്ട് അവിടെ ഇൻഹാബിറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ഏതാണ്, ഓക്കെ, ഏത് തരത്തിലുള്ള പ്ലാന്റ് സ്പീഷീസ് ആണ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ളത്, ഏത് തരത്തിലുള്ള പ്ലാന്റ് സ്പീഷീസ് ആണ് എന്നുള്ളതാണ് ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഓക്കെ, നമുക്ക് ഇത് കൂടാണ്ട് ഏത് തരത്തിലുള്ള പ്ലാന്റാന്നുള്ളത് ഒരു ഫാക്ടർ, അത് കൂടാണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അവിടെയുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഓക്കെ, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ് കൊടുക്കാം. ഓക്കെ, അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്. ഓക്കെ, അതേപോലെ തന്നെ ആ പ്ലാന്റ്സിൻ്റെ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതിൻ്റെ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി എന്ന് പറയുന്നതും ഫാക്ടറാണ്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇൻഹാബിറ്റ് ചെയ്ത പ്ലാന്റ് സ്പീഷീസ് ഏതാണ്, അവരുടെ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, അവിടെ എത്രത്തോളം ന്യൂട്രിയൻസ് അവൈലബിൾ ആണ്, അവിടെ ബാക്കിയുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഫാക്ടേഴ്സും ഒക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യും. പ്രൈമറി പ്രൊഡക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യും. പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, എത്രത്തോളം ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് ഇൻസെക്ട് റെസിസ്റ്റൻസ് ഇൻ BT കോട്ടൺ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് BT കോട്ടൻ്റെ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബാസിലസ് തുറിഞ്ചിയൻസിസ് അല്ലേ, ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന അല്ലേ, ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഈ ഒരു ക്രൈ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആ ജീനിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനൊരു പ്ലാന്റിലേക്ക് ഒരു സ്യൂട്ടബിൾ വെക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ പ്ലാന്റിലേക്ക് കൊടുക്കുന്നു. യെസ്, അപ്പോൾ പ്ലാന്റിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു BT ടോക്സിൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസെക്ട് വന്നിട്ട് ഈ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇൻസെക്ട് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഒരു ടോക്സിൻ ഈ ടോക്സിൻ ബേസിക്കലി എന്താണ്, പ്ലാന്റിനെ ഇത് അഫക്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? കാരണം പ്ലാന്റിൻ്റെ അകത്ത് ഇത് ഇനാക്റ്റീവ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇൻസെക്ട് വന്നിട്ട് ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻസെക്റ്റിന്റെ ഗട്ടിൽ ഉള്ള ആൽക്കലൈൻ pHൽ എന്ത് ചെയ്യും, ഈ ടോക്സിൻ ആക്റ്റീവ് ആവുകയും അങ്ങനെ ആ ഇൻസെക്ട് എന്തായി പോകും, നശിച്ചു പോവുകയും ചെയ്യും. ബേസിക് ആയിട്ട് ഒരു ഐഡിയ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആ BT ടോക്സിൻ എങ്ങനെയാണ് ഈ പറയുന്നത്, എന്തുകൊണ്ടാണ് അത് പ്ലാന്റിനെ എഫക്ട് ചെയ്യാതെന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ എന്താണത്, ഈ പറയുന്ന പോലെ പ്രോടോക്സിൻ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അത് ആൽക്കലൈൻ pHൽ എന്ത് ചെയ്യുള്ളൂ, ആക്റ്റീവ് ആവുള്ളൂ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. യെസ്, the figure given below shows pyramid of energy. Pyramid of energy is always upright, can never be inverted. Give reason. എന്തുകൊണ്ടാണ് pyramid of energy എപ്പോഴും upright ആയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ എഴുതേണ്ട കാര്യം എന്ന് പറയുന്നത് 10% ലോ ആണ്. അതായത് ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് വേറൊരു ട്രോഫിക് ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് ഓൺലി 10% ഓഫ് എനർജി മാത്രമേ ആ ട്രോഫിക് ലെവലിലേക്ക് പോവുള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, 10,000 ജൂൾ ഓഫ് എനർജിയാണ് ആദ്യത്തെ നമ്മുടെ ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിന് ഉള്ളത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് 10,000 ജൂൾ ഓഫ് എനർജി അവൈലബിൾ ആയിട്ടുണ്ട്.
ഉണ്ടെങ്കിൽ അതിൻ്റെ 10%, അതായത് ആകെ 1000, ഓക്കെ, 1000 ജൂൾസ് ഓഫ് എനർജി മാത്രമേ പ്രൈമറി കൺസ്യൂമറിലേക്ക് പോകുള്ളൂ. അതിൻ്റെയും 10%, അതായത് 100 അടുത്തയിലേക്ക് കിട്ടുള്ളൂ. അതിൻ്റെയും 10%, അതായത് 10 മാത്രമേ അതിൻ്റെ അടുത്ത ട്രോഫിക് ലെവലിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏത് എക്കോസിസ്റ്റം എടുത്താലും ഈ ഒരു ലോ എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്, ഇത് ഇങ്ങനെ തന്നെ പോകുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും അത് അപ്രൈറ്റ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫോളോയിങ് ഗ്രാഫ് ഷോസ് 2 types of population growth curves. ഓക്കെ, നെയിം ദ ഗ്രോത്ത് കർവ്സ് എ ആൻഡ് ബി. എ ബി എന്ന് പറയുന്ന ഗ്രോത്ത് കർവ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എ എന്ന് പറയുന്നത് നമ്മുടെ ജെ ഷേപ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് കർവ് ആണ്. ഏത് ഗ്രോത്തിലാണ് നമുക്കത് കാണാൻ പറ്റുക? എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിലാണ് കാണാൻ പറ്റുക. അപ്പോൾ ഗ്രോത്ത് കർവ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജെ ഷേപ്ഡ് കർവ് എന്ന് എഴുതുക, എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്നും കൂടി ഹൈഫിനിട്ടിട്ട് എഴുതുക കേട്ടോ. ബി എന്ന് പറയുന്നത് ഏതാണ്? സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് ആണ്. സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് ആണ്. നമുക്ക് ലോജിസ്റ്റിക് ഗ്രോത്തിലാണ് ഇത്തരത്തിലൊരു ഗ്രോത്ത് കാണാൻ പറ്റുക. വാട്ട് ഡസ് കെ സ്റ്റാൻഡ് ഫോർ? കെ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ, ക്യാരിയിങ് കപ്പാസിറ്റി അല്ലേ? ക്യാരിയിങ് കപ്പാസിറ്റി ആണ് കെ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈക്കോ ആർബൺ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം. ലിസ്റ്റ് ഔട്ട് ദ ക്രൈറ്റീരിയ ഫോർ നെയിമിംഗ് എ റെസ്ട്രിക്ഷൻ എൻസൈം. ഇമ്പോർട്ടൻ്റ് ആണ്, നെയിമിംഗ് ചോദിക്കാറുണ്ട്. അപ്പോൾ നെയിമിംഗ് നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത്, ഓക്കെ, റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ജീനസിനെ റെപ്രസെന്റ്, ഓക്കെ, ജീനസിൽ നിന്ന് വരുന്നതാണ് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ എസ്കറീഷ്യ കൊളൈ എന്ന് പറയുമ്പോൾ എസ്കറീഷ്യയുടെ ഇ ആണ് ആദ്യത്തെ. ഓക്കെ, CO രണ്ടാമത്തെ, സെക്കൻഡ് 2 ലെറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സ്പീഷീസ്. ഓക്കെ, സെക്കൻഡ് 2 ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഏത് പ്രൊക്കാരിയോട്ടിക് സെല്ലിൽ നിന്നാണ്, അതിൻ്റെ ഏത് സ്പീഷീസിൽ നിന്നാണത് ഐസൊലേറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ആൻഡ് R എന്ന് പറയുമ്പോൾ തേർഡ്, ഓക്കെ, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ തേർഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ R എന്ന് പറയുന്നത് എന്താണ്? ഏത് സ്ട്രെയിനിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് ഇതിൽ ഈ കാണിക്കുന്നത്, ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ റോമൻ ലെറ്റർ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഓർഡർ ഓഫ് ഐസൊലേഷൻ. ഓർഡർ ഓഫ് ഐസൊലേഷൻ ആണ് ആ റോമൻ ലെറ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, ആദ്യം ജീനസ്, പിന്നെ സ്പീഷീസ്, പിന്നെ ഏത് സ്ട്രെയിനിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തു, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പോലെ ഓർഡർ ഓഫ് ഐസൊലേഷൻ എന്താണ് എന്നുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ, യെസ്, അതാണ് അതിൻ്റെ നെയിമിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. Different stages of development in a dicot embryo are given below. Arrange them in the correct sequential order. Easy ആണ്, നമുക്ക് 4 എണ്ണം തന്നിട്ട് ജസ്റ്റ് നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഹാർട്ട് ഷേപ്ഡ് ഉണ്ട്, ഗ്ലോബുലാർ ഉണ്ട്, മെച്യൂർ ഉണ്ട്, പ്രോ എംബ്രിയോ ഉണ്ട്. പ്രോ എംബ്രിയോ, അത് കഴിഞ്ഞാൽ ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആൻഡ് മെച്യൂർ എംബ്രിയോ. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങളൊന്ന് എടുത്ത് എഴുതിയാൽ മതി. ഒരു ഫ്ലോ ചാർട്ട് പോലെ ഹൈഫൻ ഇട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടി. അപ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടക്കം നിങ്ങളോട് ചോദിക്കും കേട്ടോ. സ്റ്റേ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ ഡീകമ്പോസിഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്റ്റേറ്റ് ചെയ്യാൻ മാത്രമേ പറയുള്ളൂ. സ്റ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്താൽ മതി. ചിലപ്പോൾ എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഓഫ് ഡീകമ്പോസിഷൻ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആ സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യുകൂടി വേണം. ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത്? നമ്മുടെ ഡെട്രൈറ്റസിന് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡെഡ് ഓർഗാനിക് മാറ്ററിനെ എന്ത് ചെയ്യുന്നു? ചെറിയ 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 പീസുകളാക്കുന്നു. ഫ്രാഗ്മെൻറ്റേഷൻ നടക്കുന്ന സമയത്ത് വാട്ടർ സോളബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യുന്നു? താഴേക്ക് പോയി അൺഅവൈലബിൾ സോൾട്ടുകളായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഫംഗൽ എൻസൈംസ് ഒക്കെ ഡെട്രൈറ്റസിന് മുകളിൽ ആക്ട് ചെയ്തിട്ട് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസുകളാക്കി മാറ്റുന്നു. അതാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്. അതും കഴിയുമ്പോൾ എന്താണ്? ഒരു കൊളോയിഡൽ നേച്ചറുള്ള ഒരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നു അല്ലേ? എന്താണ്? ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മൈക്രോബ്സിനോട് ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കൊളോയിഡൽ നേച്ചറുള്ള സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഹ്യൂമസ് ഫോം ചെയ്യുന്നു. ആ സ്റ്റെപ്പാണ് ഹ്യൂമിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹ്യൂമിഫിക്കേഷനും കൂടി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഏറ്റവും അവസാനം കുറേ സമയമെടുത്ത് ഇതിൻ്റെ അകത്തുള്ള ന്യൂട്രിയൻസ് ഒക്കെ സോയിലിലേക്ക് റിലീസ് ആവും. അതിനെയാണ് നമ്മൾ മിനറലൈസേഷൻ എന്ന് പറയുക. മിനറലൈസേഷൻ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, യെസ്, റൈറ്റ് 4 പെക്യൂലിയാരിറ്റീസ് ഓഫ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന് ഏതെങ്കിലും 4 പെക്യൂലിയാരിറ്റീസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്താണ്? കളർഫുൾ ആയിട്ടുള്ള പെറ്റൽസും സെപ്പൽസും ഒക്കെ ഉണ്ടായിരിക്കും. കളർഫുൾ ആയിട്ടുള്ളതായിരിക്കും, അട്രാക്റ്റീവ് ആയിരിക്കും അല്ലേ? കളർഫുൾ ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കും. സോ ദാറ്റ് ഇൻസെക്ട്സ് അട്രാക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് നല്ല ഇൻസെക്ട് വരുള്ളൂ. കാണുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ അവർ വരുള്ളൂ. അപ്പോൾ അട്രാക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ഓർഡർ ഉണ്ടായിരിക്കും അല്ലേ? ഫ്രാഗ്രൻസ് ഉണ്ടായിരിക്കും. യെസ്, ആൻഡ് നമുക്ക് പറയാം സ്റ്റിക്കി ആയിട്ടുള്ള പോളൻസ് ആണ്. സ്റ്റിക്കി പോളൻസ് ഉണ്ടായിരിക്കും. സ്റ്റിക്കി പോളൻസ് ആണ്. സോ ദാറ്റ് അവരുടെ സ്റ്റിക്ക് ചെയ്ത് നിന്നാലേ പറന്നിട്ട് അടുത്ത ചെടിയിലേക്ക് പോകുമ്പോൾ അവർക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, ഫ്രാഗ്രൻസ് ഉണ്ടായിരിക്കും എന്നുള്ളത് എഴുതാം. സ്റ്റിക്കി ആയിട്ടുള്ള പോളൻസ് ആണെന്ന് എഴുതാം. മെനി ഓവ്യൂൾസ് അതും എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ അടുത്ത് 4 എണ്ണം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും എഴുതിയാൽ മതി. അതേപോലെ തന്നെ നെക്ടർ ഉണ്ടാവും. ഓക്കെ, നെക്ടർ അല്ലെങ്കിൽ ഹണി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം എഴുതാം. നെക്ടർ എഴുതാം. നെക്ടർ കാരണം റിവാർഡാണ്. ഈ വരുന്ന പോളിനേറ്റേഴ്സിനുള്ള റിവാർഡാണ് നെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കളർഫുൾ ആയിരിക്കും, അട്രാക്റ്റീവ് ആയിരിക്കും, നെക്ടർ ഉണ്ടായിരിക്കും, സ്റ്റിക്കി പോളൻസ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, ഫ്രാഗ്രൻസ് ഓർഡർ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമൊക്കെ എഴുതാം. ഇതിലേതെങ്കിലും 4 എണ്ണം എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും കേട്ടോ. യെസ്,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഓർഗാനിസംസ് ബിലോങ്ങിംഗ് ടു ഡിഫറെന്റ് ട്രോഫിക് ലെവൽസ് ആർ ലിസ്റ്റഡ് ബിലോ. അറേഞ്ച് ദി ഓർഗാനിസംസ് അണ്ടർ അപ്രോപ്രിയേറ്റ് ഹെഡിങ്സ് ഇൻ ദ ടേബിൾ പ്രൊവൈഡഡ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നിങ്ങൾ മാൻ ഉണ്ട്, ഫൈറ്റോ പ്ലാങ്ക്ടൺ, ഫിഷ്, സൂ പ്ലാങ്ക്ടൺ, ഇത് ഏത് ട്രോഫിക് ലെവലിൽ വരുന്നു എന്ന് മാത്രമേ എഴുതുള്ളൂ. യെസ്, നമുക്ക് ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ എപ്പോഴും എന്താണ് നമുക്കറിയാം, പ്രൊഡ്യൂസേഴ്സ് ആണ്. യെസ്, അപ്പോൾ ആരാണ് ഇവിടെ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് അല്ലേ? ഫൈറ്റോ പ്ലാങ്ക്ടൺസ് വരും. ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വന്നു. അതിനെ കൺസ്യൂം ചെയ്യുന്ന ആരാണ്? സൂ പ്ലാങ്ക്ടൺസ് ആണ്. അപ്പോൾ സൂ പ്ലാങ്ക്ടൺസ് ആണ് സെക്കൻഡ് ട്രോഫിക് ലെവലിൽ വരിക. യെസ്, ആൻഡ് തേർഡ് ട്രോഫിക് ലെവലിൽ അതിനെ കഴിക്കുന്ന ഫിഷസ് ഉണ്ടായിരിക്കും. ഫിഷസിനെ കഴിക്കുന്ന മാൻ എന്ന് പറയുന്നത് ഫോർത്ത് ട്രോഫിക് ലെവലിലും വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ട്രോഫിക് ലെവലുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. യെസ്, ഇനി എക്സ്പ്ലെയിൻ എനി ടു മെത്തേഡ്സ് ബൈ വിച്ച് റീകോംബിനന്റ് DNA ക്യാൻ ബി ഡയറക്ട്ലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി ഹോസ്റ്റിൽ. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്രോ ഇഞ്ചക്ഷൻ എഴുതാം, മൈക്രോ ഇഞ്ചക്ഷൻ, അതേപോലെ തന്നെ ബയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ. ഓക്കെ, ബയോളിസ്റ്റിക്സ്, ജീൻ ഗൺ എന്നുള്ളതും എഴുതാം. യെസ്, നെക്സ്റ്റ് നോക്കൂ, നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. ഈസി ആയിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ആണ്. ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യുക. ബയോ പൈറസി ഉണ്ട്, ജീൻ തെറാപ്പി, RNA ഇന്റർഫെറൻസ്, ബാസിലസ് തുറിഞ്ചിൻസിസ്, ഇപ്പുറത്തെ ADA ഡെഫിഷ്യൻസി, ബസ്മതി റൈസ്, ക്രൈജീൻ ആൻഡ് മെലോഡിഗൈൻ, ഇൻകോഗ്നീഷ്യ. വേഗം എളുപ്പത്തിൽ എഴുതാം. ബാസിലസ് തുറിഞ്ചിൻസിസ് എന്ന് പറയുമ്പോൾ തന്നെ ക്രൈസീൻ, ഒന്നും ആലോചിക്കാനില്ല. RNA ഇന്റർഫെറൻസ് ആണെങ്കിൽ മെലോഡിഗൈൻ, ഇൻകോഗ്നീഷ്യ എന്ന് പറയുന്നതാണ്. യെസ്, പിന്നെ ആരാണ്? ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി എന്ന് പറയുമ്പോൾ ADA ഡെഫിഷ്യൻസി. ആൻഡ് ദെൻ ഫൈനലി ഏതാണ്? യെസ്, വേറൊരു കളർ എടുക്കാം. ബയോ പൈറസി, ബസ്മതി റൈസ്. ഓക്കെ, ഇത്രയും അതിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ളൂ കേട്ടോ. ആൻഡ് യെസ്, പാരസൈറ്റ്സ് ഇവോൾവ് സ്പെഷ്യൽ അഡാപ്റ്റേഷൻസ് ടു ലിവ് ഓൺ ഹോസ്റ്റ്. വാട്ട് ആർ ദേ? പാരസൈറ്റ്സിനുള്ള അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻസ് അല്ലേ? ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻസ്. സെൻസ് ഓർഗൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇതിങ്ങനെ ഉള്ളിൽ പിടിച്ചിരിക്കുകയാണല്ലോ. പിന്നെ എന്താണ്? ഹുക്സ് ആൻഡ് സക്കേഴ്സ് ഉണ്ടായിരിക്കും. ഹുക്സ് ആൻഡ് സക്കേഴ്സ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന ഹോസ്റ്റ് ബോഡിയിലേക്ക് ക്ലിങ് ചെയ്യാനും അവരിൽ നിന്ന് ന്യൂട്രിയൻസിനൊക്കെ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹുക്സ് ആൻഡ് സക്കേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്നും ഉണ്ടായിരിക്കില്ല, കാരണം അവർക്കൊന്നും ഡൈജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒക്കെ ഓൾറെഡി നമ്മുടെ ഹോസ്റ്റ് എന്താണ് എല്ലാം ഒക്കെ ആക്കി കൊടുത്ത് എല്ലാം ഇനി ഇങ്ങോട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഹോസ്റ്റിൻ്റെ ബോഡിയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒന്നും ആവശ്യം അവർക്കില്ല. അതുപോലെ തന്നെ ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആണ്. ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. അപ്പോൾ ഈ പോയിന്റ്സ് എഴുതാം. 2 മാർക്കിനാണെങ്കിൽ നിങ്ങൾ 4 പോയിന്റ്സ് എഴുതണം കേട്ടോ, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. Yes, and last question, rate of biomass production in an ecosystem is called productivity. Productivity are divided into 2, GPP and NPP. Expand GPP and NPP. GPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Gross primary productivity. Gross primary productivity. NPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ net primary productivity. Write the equation relating GPP with NPP. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോവാൻ പാടില്ല. NPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? GPP കഴിഞ്ഞ് GPP ഉണ്ടായി, പ്ലാന്റ്സിൻ്റെ GPP കഴിഞ്ഞ് അതിൽ നിന്ന് അവർ റെസ്പിറേറ്ററി ലോസ് ഉണ്ടാവും അല്ലേ? അവർ റെസ്പിറേഷന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കി വരുന്നത് എന്താണോ അതാണ് NPP എന്ന് പറയുന്നത്. അപ്പോൾ NPP is equal to GPP minus R എന്നുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏകദേശം ബോട്ടണിയിലെയും സുവോളജിയിലെയും കുറേ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻസും 3 മാർക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കുക. ആൻഡ് ഒരുപാട് ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ഷോർട്സ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് ഒരു ഷോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് 3 അല്ലെങ്കിൽ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അത്രയും കുറഞ്ഞ സമയത്ത് അത്രയും വലിയൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഷോർട്സ് നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. ആൻഡ് എന്താണ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ആൻഡ് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. യെസ്, ആൻഡ് എന്താണ് ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ഇപ്പോൾ എക്സാമുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ അപ്ഡേറ്റ്സും അതിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ബൈ.